गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम ശാന്തി ശാന്തി ശാന്തി. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലുകൾ നയിക്കുന്ന ഹനുമാൻ ചാലീസ ഇന്ന് 6ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷ്. നമസ്കാരം. ആരംഭിക്കാം. നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ ഈ 6ാമത്തെ ഹനുമാൻ ചാലീസ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ ഗുരുവന്ദനം അർപ്പിച്ച് നമുക്ക് തുടങ്ങാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗം ഗണേശായ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സംസരസ്വത്യേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതുലിത ബലധാമം ഹേമശൈലാപദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഓം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് തുടങ്ങാം. മേനോൻ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊള്ളൂ. ജയ് ശ്രീരാം. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മന മുകുര സുധാരി ഭരണൗ രഘുവര വിമല യശ ജോദായക ഫലചാരി ബുദ്ധിഹീന തനു ജാനികൈ സുമിരൗ പവന കുമാര ബലബുദ്ധി വിദ്യാ ദേഹു മോഹി ഹരഹു കലേശ വികാര. यम कुबेर दिगपाल जहां ते कभी गोविद कहि सके कहां ते तुम उपकार सुग्रीव ही कीन्हा राम मिलाय राजपद दीन्हा तुम हरो मंद्र विभीषण माना लंकेश्वर भय सब जग जाना युग सहस्र योजन पर भानु लील्योताहि मधुर फल जानु प्रभु मुद्रिका मेलि मुख माहि जलधि लांघि गए अचरज नाहि दुर्गम काज जगत के जेते सुगम अनुग्रह तुमरे तेते राम दुआरे तुम रखुआरे होत न आज्ञा बिनु पैसारे सब सुख लहै तुम्हारी शरण तुम रक्षक काहू को डरना आपन तेज तुम्हारो आपै तीनों लोक हांकते कापै भूत पिशाच निकट नहीं आवै
महावीर जब नाम सुनावै। नासै रोग हरै सब पीरा, जपत निरंतर हनुमत वीरा। संकट से हनुमान छुड़ावै, मन क्रम भजन ध्यान जो लावै। जय श्री राम, जय श्री राम। ജയ് ശ്രീറാം. ഓം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് ശ്രീ ഹനുമാൻ എന്ന ആഞ്ജനേയ ഭഗവാൻ ഗുരുവും പ്രത്യക്ഷ ദൈവവുമായിട്ടുള്ള ഭക്തനായ ശ്രീരാമചന്ദ്ര ദാസന്റെ ശരണങ്ങളിൽ അർപ്പിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മൂർച്ഛിതനായി കിടക്കുന്ന ലക്ഷ്മണന് സ്വബോധത്തെ തിരിച്ചു നൽകി ആഹ്ലാദചിത്തനായ ശ്രീരാമചന്ദ്രൻ വീണ്ടും വീണ്ടും ഹനുമാനെ പുണരുന്ന ആ അപൂർവ ദൃശ്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അങ്ങനെ അദ്ദേഹം പലതരത്തിൽ പുണരുന്നു. ഭരതനെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു തൻ്റെ ഹൃദയത്തില്. അതുപോലെ തന്നെ ഭരതന് അദ്ദേഹത്തിനെ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണിച്ചു കൊടുക്കുന്നു മറ്റൊരവസരത്തില്. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും ഹനുമാന്റെ ചരണങ്ങളെ, ഹനുമാന്റെ കഴിവുകളെ, ഹനുമാന്റെ കീർത്തികളെ പ്രകീർത്തിച്ചുകൊണ്ട് സനകാദിക ബ്രഹ്മാദിമുനീസ, സനകനും ബ്രഹ്മാദികളും എല്ലാം പാടുന്നു. അതുപോലെ തന്നെ നാരദനും സരസ്വതി ദേവിയും പാടുന്നു. അതുപോലെ യമ കുബേര ദിക്പാലന്മാർ പാടുന്നു. കവികോവിദ്, ഈ കവിയെ ഇനി കവികോവിദന്മാർക്ക് എന്ത് പാടാൻ പറ്റും എന്ന് തുളസിദാസ് ചോദിച്ചെടുത്താണ് നമ്മൾ നിർത്തിയത് 15ാമത്തെ ശ്ലോകത്തില്. അപ്പോ ഇവിടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവരെയൊക്കെ ഇത്ര ആളുകൾ പ്രകീർത്തിക്കുന്ന ഹനുമാൻ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ദാസനായിട്ടുള്ള ഹനുമാൻ, എല്ലാ ഭക്തരെയും ഭഗവാനിലോട്ട് എത്തിക്കുന്ന ഹനുമാൻ, അതുപോലെ തന്നെ ഭഗവാനെ ഭക്തരിലേക്ക് എത്തിക്കുന്ന ഹനുമാൻ, അദ്ദേഹം തുളസിദാസിന് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം കൊടുത്ത ഹനുമാൻ, ഇതെല്ലാം ചെയ്തത് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഗുരു എന്ന്. കാരണം ഒരു ഗുരു ഇല്ലാതെ നമുക്ക് ഭവസാഗരം തരണം ചെയ്യാൻ പറ്റില്ല എന്ന് പല ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഉചിതമായ ഗുരുക്കളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടെ തുളസിദാസ് പിടിച്ചതുപോലെ ആ ചരണ പങ്കജങ്ങളെ പിടിച്ചോളൂ ഹനുമാന്റെ. ഈ ഹനുമാൻ ചാലീസ എന്ന കൃതിയില് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. പ്രത്യക്ഷ ഗുരു തന്നെയാണ്, പ്രത്യക്ഷ ദൈവം തന്നെയാണ്, പ്രത്യക്ഷ ഗുരു തന്നെയാണ്. ഗുരുവായി സ്വീകരിച്ചോളൂ, ഭഗവാന്റെ അടുക്കിലേക്ക് അദ്ദേഹം എത്തിച്ചുകൊള്ളും. സദാ നിങ്ങളുടെ അടുത്ത് ഈ വായുപുത്രൻ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ സുഭിക്ഷമായിട്ട് അദ്ദേഹം പ്രത്യക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. തും ഉപകാര സുഗ്രീവ ഹി കീനാ, രാമ മിലായ രാജപദ ദീന. എൻ്റെ ശബ്ദം കുറച്ച് തീർത്തും അടഞ്ഞ രീതിയിലാണ്, അതുകൊണ്ട് ചിലമ്പിക്കുന്നുണ്ട്. അത് സഹിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തുമ ഉപകാര സുഗ്രീവ ഹി കീന, രാമ മിലായ രാജപദ ദീന. കീന എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുത്തു എന്നാണ് അർത്ഥം. അതുപോലെ ദീന എന്ന് പറഞ്ഞാൽ നേടിക്കൊടുത്തു. ആർക്കാണ് ചെയ്തു കൊടുത്തത്? ഉപകാരമാണ് ചെയ്തു കൊടുത്തത്. ആർക്കാണ് ഉപകാരം ചെയ്തു കൊടുത്തത്? സുഗ്രീവന്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു ശ്ലോകം തന്നെയാണത്. അത്രയും അർത്ഥവത്തായ ഒരു ശ്ലോകമാണ്. കേൾക്കുമ്പോൾ വളരെ സരളമായതാണ്. തുമ ഉപകാര സുഗ്രീവ ഹി കീന. സുഗ്രീവന് ഉപകാരം ചെയ്തു കൊടുത്തു. ആര്? ഹനുമാൻ. രാമമിലായ രാജപദ ദീന. സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ കാണിച്ചു കൊടുത്തു, സഖ്യം ചെയ്തു കൊടുത്തു. എത്ര വലിയ ഉപകാരമാണെന്ന് നോക്കിക്കോളൂ. എന്നിട്ടോ രാജപദ ദീന, എന്തൊക്കെ വേണോ രാജാവായി സിംഹാസനം തിരിച്ചു കൊടുത്തു. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ തും ഉപകാര സുഗ്രീവ ഹി കീന. കീന എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുത്തു, ദീന എന്ന് പറഞ്ഞാൽ നേടിക്കൊടുത്തു. തും ഉപകാര സുഗ്രീവ ഹി കീന രാമമിലായ, ശ്രീരാമചന്ദ്ര ഭഗവാനുമായിട്ട് കാട്ടിക്കൊടുത്ത് സഖ്യം ചെയ്ത് രാജാവിന്റെ പദവി തന്നെ തിരിച്ചു കൊടുത്തു. ഇവിടെ
നമ്മൾ കിഷ്കിന്ധാകാന്ഡത്തില് ആണ് പ്രവേശിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് മംഗളകരമായ രൂപത്തിലോട്ട് രാമായണം ഒരു എന്താ അതിന് പറയാ, ഒരു വഴിമാറി രാമായണം പോകാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ് കിഷ്കിന്ധാകാന്ഡത്തില്. ദൂരത്ത് നിന്നും സീതാദേവിയെ നഷ്ടപ്പെട്ട ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനും കിഷ്കിന്ധയില് ഇങ്ങനെ നടന്നു വരുന്ന, കാട്ടിലൂടെ മലനിരകളിലൂടെ നടന്നു വരുന്ന അസ്ത്രശസ്ത്രം എല്ലാമായിട്ട് നടന്നു വരുന്ന ശക്തരായ 2 യുവാക്കളെ കണ്ട് പേടിച്ചോടുകയാണ്. ആര്? സുഗ്രീവൻ പറയാണ് ഹനുമാനോട്, പോയി നോക്കൂ, എന്താണ് സർവരക്ഷകനായ ഭഗവാനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലാണ്ടെങ്കിൽ നമ്മളൊക്കെ അതിന് അകന്നു പോകും. അതേസമയത്ത് ഹനുമാൻ പറയാണ്, അങ്ങൊന്ന് നോക്കൂ, രാജാവല്ലേ അങ്ങൊന്ന് എന്നാണ് തുളസിദാസ് പറയുന്നത്. നോക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ മാനസികാവസ്ഥ ഇത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് അങ്ങ് തന്നെ പോകൂ. അപ്പോൾ പോകാൻ ഹനുമാനോട് നിർബന്ധിക്കുമ്പോൾ ഹനുമാൻ പറയാണ്, എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയി നോക്കി വരാം. പോയി നോക്കിയതിന് ശേഷം എനിക്ക് അവിടുന്ന് ആംഗ്യചിഹ്നം തരൂ, അതിനുശേഷം ഞാൻ എന്താ വേണ്ടച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് ഹനുമാൻ പോവുകയാണ്. ഇവിടെ വളരെ ഉദാത്തമായിട്ടുള്ള ഒരു കാര്യം തുളസിദാസ് നമുക്ക് കാണിച്ചു തരികയാണ് ഗോസ്വാമി. ഭക്തന് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഗുരുവിൻ്റെ, അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ചിന്തകന്റെ, ഒരു ആധ്യാത്മിക ചിന്തകന്റെ ഒരു സഹായം അദ്ദേഹത്തിന് തേടണം. സ്വയം അറിയില്ല എങ്കിൽ ആ കഴിവുള്ള, ഭഗവാനെ തിരിച്ചറിയാൻ കഴിയുന്ന സിദ്ധിയുള്ള ആളുടെ ആ വാക്കിനെ വിശ്വസിക്കാനുള്ള ഒരു ചതുരതയെങ്കിലും വേണം. ഇവിടെ സുഗ്രീവൻ അതുണ്ടായിരുന്നു. സ്വയം അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയാണ്. പരാജിതനായി, എല്ലാം നഷ്ടപ്പെട്ട, സ്വന്തം പത്നി പോലും നഷ്ടപ്പെട്ട് അദ്ദേഹം വന്ന് നിൽക്കുന്നത് ഗിരിശൃംഗത്തില് അദ്ദേഹം നിൽക്കുകയാണ്. അവിടുന്നാണ് അദ്ദേഹത്തിന് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ ആ മാനസിക നിലയില്ലാത്ത സുഗ്രീവൻ ഹനുമാനോട് പോകാൻ പറയാണ്. ഹനുമാൻ പറയാണ്, ഞാൻ പോയി വരാമെന്ന്. അപ്പോ ഇവിടെ ഒരു കഥ പലരും പറയാറുണ്ട്. ഒരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു അത്ര ഒരു ഗ്രാമത്തില്. എല്ലാം വളരെ ധനികനായിരുന്നു, പണ്ഡിതനായിരുന്നു, എല്ലാം അറിയുന്നുള്ള വിചാരമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടായി. പുത്രനെ എല്ലാം അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, തൻ്റെ പോലെ വലിയ ഗംഭീരനാണ് എന്നുള്ള നിലയിലാക്കി മാറ്റി. എന്നാലും ഒരു ഗുരുകുല വിദ്യാഭ്യാസം വേണം. അപ്പോൾ ഒരു മഹാനായ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാക്കിയിട്ട് പറയണത്രേ, ഇവനെല്ലാം അറിയാം, നിങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക, ഒരു 10-21 ദിവസം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ശരി, 21 ദിവസം കഴിഞ്ഞ് വന്നോളൂ. 21 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം എത്തുകയാണ് പുത്രന്റെ അടുത്തേക്ക്. എന്നിട്ട് ഗുരുവിനോട് പറയാണ്, എവിടെ എൻ്റെ പുത്രൻ, എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ, ഒരു കുറവുമില്ലല്ലോ എൻ്റെ മകന്, എനിക്കറിയാം, എന്നാലും എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗുരു പറയാണ്, 100 ഗുണങ്ങളില് 98 ഗുണങ്ങളും തികഞ്ഞ ആളാണ് താങ്കളുടെ പുത്രൻ. അതെയോ, 2 ഗുണങ്ങൾ എന്തുകൊണ്ടില്ലേ അദ്ദേഹത്തിന്, എൻ്റെ മകന്, അത് അങ്ങനെ വരാൻ പാടില്ലല്ലോ, ഏതാ 2 ഗുണങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞത്രേ. അപ്പൊ ഗുരു പറയാണ്, ഈ മകന് സ്വന്തം ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ല, 1. 2, ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനുള്ള മനസ്ഥിതി ഇല്ല, ഇത് 2ഉം ഇല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്, ഈ കഥയിലൂടെ ഇവിടെ എന്താണ് പറഞ്ഞു തരുന്നത്, സ്വയം ബുദ്ധിയോടുകൂടി ഭഗവാന്റെ ചരണങ്ങളെ പ്രാപിക്കാനുള്ള കഴിവില്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചോ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കേട്ടോ, ഒരു സദ്ഗുരുവിന്റെ ചരണങ്ങൾ കേട്ടോ ഒക്കെ നമ്മൾ അവിടെ പ്രാപിക്കണം. അതിനുള്ള ബോധമെങ്കിലും നമുക്ക് വേണമെന്നാണ് ഇവിടെ ഒന്നാമതായി പറഞ്ഞു തരുന്നത്. ഇതിന് സദ്ഗുരു ശരണാഗതി എന്ന് പറയും. അപ്പോ പ്രത്യക്ഷമായിട്ട് സകല ചരാചരങ്ങളിലും സകല ലോകങ്ങളിലും വിരാജിക്കുന്ന ശ്രീ ആഞ്ജനേയ ഭഗവാൻ തന്നെ ഇവിടെ നമുക്ക് ഗുരുവായി സ്വീകരിക്കാം. അദ്ദേഹത്തെ സ്വീകരിച്ചോളൂ, അദ്ദേഹത്തിനെ മനസ്സിൽ ധ്യാനിച്ചോളൂ. എല്ലാവിധ ദുരിതങ്ങളും അകറ്റി, എല്ലാവിധ കന്മഷങ്ങളും അകറ്റി, കുമതി ഹൃദയത്തിലുള്ള, നമ്മൾ നേരത്തെ കണ്ടു, കുമതി നിവാര സുമതിക്കേ സംഗി, എല്ലാവിധ കുമതികളെയും അകറ്റി ആ സുമതിയിലൂടെ, നല്ല ബുദ്ധിയിലൂടെ നേർവഴിക്ക് തെളിക്കും എന്നാണ് ഇവിടെ. തും ഉപകാര സുഗ്രീവയ്ക്കിന, സുഗ്രീവന്റെ അജ്ഞതയെ താൻ മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു വിപ്രരൂപം ധരിച്ചിട്ടാണ് പോകുന്നത്. 2 കുമാരന്മാരാണ് വരുന്നത്. അപ്പൊ കാണാം എങ്ങനെയാണ്, വിപ്രരൂപധരി അതിതഹം ഗയവു
ഹോ തും ശ്യാമള ഘോര ശരീര ക്ഷത്രിയ രൂപി രണബലവീര. ഇദ്ദേഹം പോകുന്നത് എങ്ങനെയാണ്? വിപ്രരൂപിയായിട്ട്, വളരെ മനോഹരമായിട്ട്. ഇവൻ തുഞ്ചത്താചാര്യൻ ഇതിനെ വർണ്ണിച്ചിട്ടുണ്ട്. വിപ്രരൂപം എടുത്തിട്ട് പോകുന്നതും ആദ്യമായിട്ട് അങ്ങനെ അവര് രണ്ടുപേരെയും, രാമനെയും ലക്ഷ്മണനെയും കാണുന്നതാണ്. തന്റെ മനസ്സിൽ എന്നും ആരാധിച്ചിരുന്ന ആ രൂപത്തെ സ്വയം കാണുകയാണ് ഹനുമാൻ. അങ്ങനെ കൺകുളിർക്കെ കാണുകയാണ്. ആ രാമന്റെ രൂപമൊക്കെ തുളസീദാസ് വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ ആധ്യാത്മ രാമായണത്തിലും വളരെ മനോഹരമായിട്ടുള്ള വർണ്ണനയുണ്ട്. രാമനെ കണ്ട് രാമൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയ രൂപത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് ഇത് രാമൻ എങ്ങനെയിട്ടുള്ള ആളാണ്? അദ്ദേഹം സകല കോമളമായ ശരീരത്തോടു കൂടിയവനാണ്. ഇത് ദിക്പാലകന്മാരാണോ എന്ന് തോന്നുന്നു, അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാർ വന്നതാണെന്നോ തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് ഹനുമാൻ നോക്കി നിൽക്കുകയാണ് നിർനിമേഷനായിട്ട്. അതിനുശേഷം അദ്ദേഹം ശിരസ് നമിക്കുകയാണ് അത്രേ. അപ്പൊ ശിരസ് നമിക്കുമ്പോൾ രാമൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഹനുമാനാണ് വേഷം മാറി വന്നിട്ടുള്ളതെന്ന് ശ്രീരാമചന്ദ്ര ഭഗവാന് മനസ്സിലായി. അപ്പൊ ഇനിയുള്ളതൊക്കെ മനസ്സോടു കൂടിയിട്ടുള്ള, മനസ്സിലുള്ള പറച്ചിലാണ്. അപ്പോൾ രാമൻ വിചാരിക്കുകയാണ്, എത്ര വേഷം ധരിച്ചാലും എന്നെ കണ്ട്, ക്ഷത്രിയനെ കണ്ടിട്ട് ഈ തലകുനിക്കുന്ന ബ്രാഹ്മണൻ ഒരു ശരിയായിട്ടുള്ള ബ്രാഹ്മണനല്ല, അതൊരു കൃത്രിമ വേഷധാരിയാണെന്ന് വളരെ ഗോപ്യമായിട്ട് രാമൻ മനസ്സിൽ വിചാരിക്കുന്നു. അത് ഹനുമാന് മനസ്സിലാവുന്നു. അപ്പൊ ഹനുമാൻ പറയാണ്, ശ്രീരാമചന്ദ്ര ഭഗവാനെ, അങ്ങും ക്ഷത്രിയൻ എവിടെ? ക്ഷത്രിയനാണ് ആയിരുന്നെങ്കിൽ ബ്രാഹ്മണനെ കണ്ട ശിരസ് നമിക്കണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങയുടെ വേഷവും എൻ്റെ അല്ല, അത് ശരിയുള്ളതല്ല. ഈ വേഷവും അങ്ങ് സ്വീകരിച്ചതാണ്. എന്തുകൊണ്ട് അങ്ങ് ബ്രാഹ്മണനെ കണ്ട് നമിച്ചില്ല എന്ന് മനസ്സിൽ പറയാത്രേ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം എല്ലാം ചെയ്ത് വീണ്ടും ഹൃദയത്തിലോട്ട് നോക്കുകയാണ്, ചരണം നോക്കിയിട്ട്. അപ്പൊ രാമൻ ചോദിക്കുകയാണ്, എവിടെയാണ് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ എൻ്റെ ശ്രീരാമചന്ദ്ര ഭഗവാനെ തന്നെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് പ്രണമിച്ച് ചരണ സ്പർശം ചെയ്യുമ്പോൾ രാമൻ ചോദിക്കുകയാണ്, ഞാൻ അതൊന്നും അല്ലല്ലോ, ഞാനൊരു ക്ഷത്രിയനായി ദശരഥന്റെ മകനായി ഇവിടെ വന്നിട്ടുള്ളതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് മനസ്സിലായി, എൻ്റെ വേഷം അങ്ങേക്ക് മനസ്സിലായതുപോലെ അങ്ങേയും എനിക്ക് മനസ്സിലായി. അപ്പോൾ നീ ആരാണെന്ന് ചോദിക്കുകയാണ് രാമചന്ദ്ര ഭഗവാൻ. നീ ആരാണെന്ന് ചോദിക്കുമ്പോ നോക്കൂ, ഉപകാരം കാണണം ഇവിടെ. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? ഞാൻ ഹനുമാനാണ്, ഞാനാണ് ഇവിടെ എല്ലാം നോക്കി നടത്തുന്നത്. അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അത് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത്, ഈ മരത്തിന്റെ ശിഖരത്തില്, ഈ മലയുടെ ശിഖരത്തിൽ ഇരിക്കുന്നുണ്ട് സുഗ്രീവൻ. ആ സുഗ്രീവനെ കാണണം. അപ്പൊ രാമന് ചിരിയാണത്രേ വരുന്നത്. കാരണം ഇതൊക്കെ തുളസിദാസ് വളരെ രസകരമായിട്ട് ഈ സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. താൻ ആരാണെന്ന് ഒരാളോട് ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ്, ശർമാജി അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണത്. സുഗ്രീവൻ മലയുടെ മുകളിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. രാജാവ് സുഗ്രീവൻ മലയുടെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ രാമൻ വീണ്ടും ചോദിക്കുകയാണ്, സുഗ്രീവൻ രാജാവാണെങ്കിൽ മലയുടെ മുകളിൽ എന്തിനായിരിക്കുന്നത്? അപ്പൊ ഹനുമാൻ പറയാണ്, വളരെ രസകരമായിട്ട് പറയാണ്, ഇത് അങ്ങ് തന്നെയല്ലേ പരിചയപ്പെടുത്തിയപ്പോ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ കാനനത്തിൽ ഞാൻ രാജാവായ ഞാൻ കാനനത്തിൽ നടക്കുന്നു. അപ്പൊ അങ്ങേ രാജകുമാരനാണെങ്കിൽ കാനനത്തിൽ നടക്കുകയാണെങ്കിൽ കാനന ഒരു വാസിയായിട്ടുള്ള ഒരു കവിക്ക് മലയുടെ മുകളിൽ ഇരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ച് ചതുരതയോട് വർത്തമാനം പറയാണ്. അപ്പൊ ഇവിടെ പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം എന്നാണ് പറയുന്നത്. ആര്? എഴുത്തച്ഛൻ ലക്ഷ്മണനോട് രാമൻ പറയാണ്, പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. വളരെ മനോഹരമായ ഭാഷയാണ്. നല്ല എന്താ പറയാ, വിൽപ്പത്തിയുള്ള ബ്രാഹ്മണൻ തന്നെയാണ്. എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ലക്ഷ്മണനോട് പറയാണ്. ഇല്ലൊരപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ ഈ വടു നിർണയം എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്താൻ പറയാണ്. അപ്പോ ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? നമുക്ക് അധ്യാത്മരാമായണത്തിലോട്ട് തന്നെ പോകാം. കണ്ടീലവളെ ഒരിടത്തും ഇന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ എന്നാണ് ശ്രീരാമൻ ചോദിക്കുന്നത്. ഞങ്ങള് ഇങ്ങനെ ജാനകി ദേവിയെ തെരഞ്ഞു നടക്കുകയാണ്, അപ്പൊ കണ്ടുകിട്ടി നിന്നെ. അപ്പോ ഇദ്ദേഹം പറയുന്നത്, ഉടനടി പറയുന്നത്, സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രയെ വസിക്കുന്നത് അത്ര രഘുപതേ. അപ്പൊ ഇതൊന്നും ഒരു മാറ്റവും ഇല്ല വാൽമീകി രാമായണത്തിൽ നിന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഏതാണ്? അധ്യാത്മരാമായണം. ഇത് ചോദിക്കുന്നത് കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖേ എന്ന് ചോദിക്കുമ്പോ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രയെ വസിക്കുന്നത് അത്ര രഘുപതേ. ഇത് ഡയറക്ട്ലി പറയുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് വരികളുണ്ട് അധ്യാത്മരാമായണത്തിൽ. പക്ഷെ ഇവിടെ ശരിക്കും
നേരിട്ടിട്ട് പറയാണ് സുഗ്രീവനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ ഒരു ഉപകാരിയുടെ നോക്കൂ, ഉത്തമ ഉപകാര സുഗ്രീവൈക്കീന, എത്ര വലിയ ഉപകാരമാണ്. തന്നെ പോലും പറയാതെ ആ കൃത്യമായിട്ട് സുഗ്രീവനെ പറ്റി ഓർത്ത് അദ്ദേഹം പറയാണ്. ഇനി വീണ്ടും ചോദിക്കുകയാണ് സുഗ്രീവനെ പറ്റി. അപ്പൊ പർവ്വത ശിഖരത്തിന്റെ മുകളിലാണ് സുഗ്രീവൻ ഇരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോ പിതാദീൻ മോഹേ കാനന രാജ എന്ന് അങ്ങ് പറഞ്ഞതുപോലെ സുഗ്രീവനും ഈ പർവ്വതത്തിന്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്ന് വളരെ ചതുരതയോടുകൂടി ഹനുമാൻ സ്വാമി പറയുകയാണ്. ഇവിടെ രണ്ടുപേരും, അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരു കൂടി കാണുന്നത്. അപ്പൊ ആരാ സുഗ്രീവൻ എന്ന് ചോദിക്കുമ്പോ പറയാണ്, എന്തിനാണ് കൂടി കാണുന്നതെന്ന് ചോദിക്കുമ്പോ രണ്ടുപേരും രാജാക്കന്മാരാണ്. പ്രഭുവാണ് എൻ്റെ സുഗ്രീവൻ. രണ്ടുപേരും പ്രിയാവിരഹിയാണ്. സുഗ്രീവന്റെ രാജ്യമെല്ലാം നഷ്ടപ്പെട്ടു. ജ്യേഷ്ഠൻ എല്ലാം രാജ്യവും ധർമ്മധാരങ്ങളും എല്ലാം എടുത്ത കാട്ടിലേക്ക് ഓടിച്ചു വിട്ടു. സുഗ്രീവനെ, ബാലി. ഇവിടെയോ എല്ലാം തന്റെ ഭ്രാതാവിന് കൊടുത്ത് പത്നിയെയും കൊണ്ടുവന്ന് ആ പത്നിയും നഷ്ടപ്പെട്ട് നടക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ. അപ്പൊ നോക്കൂ, എത്ര വലിയൊരു സാമ്യമാണ് ഇവിടെ എന്ന് ഹനുമാൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ വീണ്ടും പറയാണ്, എന്തിനാണ് ഇങ്ങനെ സുധാമാവിന് അല്ലെങ്കിൽ കുചേലന് കൃഷ്ണനെ കിട്ടിയപ്പോ എല്ലാം തിരിച്ചു കിട്ടി. രണ്ടുപേരും ദുഃഖിതരാണ്, രണ്ടുപേരും കാനനത്തിലാണ്, രണ്ടുപേരും രാജ്യം നഷ്ടപ്പെട്ടവരാണ്, രണ്ടുപേർക്കും പത്നി നഷ്ടപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ അവരെ കണ്ടിട്ട് എന്താ കാര്യം? ഒരേ അവസ്ഥയിലുള്ളവർ തമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വീണ്ടും വളരെ ചതുരതയോടുകൂടി ഇദ്ദേഹം പറയാണ്, നോക്കൂ, പ്രഭു എത്ര മനോഹരമായിട്ടാണ് പ്രഭുവിന്റെ ഇന്ന് അവസ്ഥ വിവരിച്ചിട്ട് എനിക്ക് തന്നത് ശ്ലോകങ്ങളിലൂടെ. അതേസമയത്ത് വളരെ ദീനനായിട്ടാണ്, ഇവിടേക്ക് വരാൻ പോലും കഴിയാതെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ ദൈന്യമായിട്ട് അവസ്ഥയിലിരിക്കുന്ന ഒരാള് വളരെ നല്ല ചിന്താഗതിയും ശക്തിയും ബലവും മനോബലവും ഒക്കെയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനോബലം കൂടും. അപ്പോ നമുക്ക് രണ്ടുപേർക്കും വളരെ ഉപകാരമായി തീരും അത് എന്ന് പറഞ്ഞ് ശ്രീരാമന്റെ ചരിത്രം മുഴുവൻ കേട്ടതിന് ശേഷം ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഈ ദൈന്യഭാവമുള്ള ആളായിട്ടുള്ള പർവ്വതത്തിൽ വഹിക്കുന്ന അങ്ങയുടെ ദാസനെ അങ്ങ് കാണാൻ പോകൂ എന്നാണ് പറയുന്നത്. അപ്പൊ ദാസനെ കാണാൻ പോകൂ എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കും, ഇതെന്ത് ദാസനാണ്? ദാസനാണെങ്കിൽ പാദസേവ ചെയ്യുന്ന ആളാണ് ദാസൻ, ഇവിടെ വന്നിട്ട് എന്നെ കാണേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ പറയാണ്, വീണ്ടും വളരെ ചതുരതയുള്ള വാക്കുകളാണ് രാമചരിതമാനസത്തില്. ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, രണ്ടു തരത്തിലുള്ള രോഗികളുണ്ട്. ഒരു രോഗി ചെറിയ ഒരു പനിയൊക്കെ വന്നു, അദ്ദേഹം നടന്ന് ഡോക്ടറുടെ അടുത്ത് വരും. എന്നതിന് ശേഷം ഡോക്ടറോട് പറയും, എനിക്ക് ഇതൊക്കെയാണ് അസുഖങ്ങള്, എനിക്ക് എന്തെങ്കിലും മരുന്ന് തരണമെന്ന്. അങ്ങനെ ഡോക്ടർ മരുന്ന് കൊടുക്കും, അദ്ദേഹത്തിന്റെ രോഗം ശരിയാവും. രണ്ടാമത്തെ തരത്തിലുള്ളത് ശയ്യാവലംബിയായിട്ടുള്ള, ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ കിടക്കാനോ ഇരിക്കാനേ കഴിയുള്ളൂ. അവിടെ ഈ വിഷഗ്വരൻ അങ്ങോട്ട് ചെല്ലണം, വൈദ്യൻ അങ്ങോട്ട് ചെല്ലണം, എന്നാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഹനുമാന്റെ ഉപകാരം എന്ന് പറയൂ, ഭഗവാനെ എത്തിക്കുകയാണ്. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് പറയുന്നത്? ഞാൻ എങ്ങനെ പോവും അവിടെ? എനിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല, കാരണം ദാസനാണെങ്കിൽ എന്നെ വിളിക്കണം, എന്നെ വിളിച്ചിട്ടില്ല അദ്ദേഹം, ഒരു ദൂതനെ പറഞ്ഞയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹനുമാൻ പറയാണ് രാമചരിതമാനസില്, ജദബി മിത്ര പിതു പ്രഭു ഗുരു ഗേഹ ജായിയേ ബിനു ബോലെ സന്ദേഹ. ജദബി മിത്രം സുഹൃത്തിന്റെ വീട്ടില്, പിതൃ പ്രഭു ഗുരു ഗേഹ, പ്രഭു എന്ന് വെച്ചാൽ ഭഗവാന്റെ ഗൃഹത്തില്, അതുപോലെ തന്നെ ഗുരുവിന്റെ ഗൃഹത്തില്, ഇവിടെയൊക്കെ പിതാവിന്റെ ഗൃഹത്തില്, ജായിയേ ബിനു ബോലെ സന്ദേഹ, വിളിക്കാതെ തന്നെ ഒരു സംശയവും കൂടാതെ നമുക്ക് പോകാം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ രാമേന്ദ്ര ഭഗവാൻ പറയാണ്, ഇവിടെ ദാസൻ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, മിത്ര എന്നല്ലേ പറഞ്ഞ, അപ്പൊ മിത്ര ആണെന്ന് കരുതിക്കോളൂ. അപ്പോ വീണ്ടും ശ്രീരാമചന്ദ്രൻ വിചാരിക്കുകയാണത്രേ, കിട്ടിയവരെയൊക്കെ ഞാൻ മിത്രമാക്കി. ആദ്യം തോണിക്കാരനായിട്ടുള്ള കയവട്ടിനെ മിത്രനാക്കി, അത് കഴിഞ്ഞ് നിഷാദ രാജാവിനെ മിത്രമാക്കി, അങ്ങനെ കണ്ടവരൊക്കെ മിത്രമാക്കി, എല്ലാവരും ദാസരായി വന്നു, മിത്രരായി. ഇപ്പൊ ഒരു ദാസനെ കിട്ടി, അതും മിത്രമാവുകയാണോ എന്ന് ചോദിച്ചപ്പോ പറയണത്രേ, മിത്രം അവിടെ തന്നെ ഇരുന്നോട്ടെ, മിത്രമാക്കിക്കോളൂ, ദാസൻ ഒന്നു മതി, സദാ ഞാൻ ദാസനായിക്കോളാം എന്ന് ഹനുമാൻ പറയാണ്. അങ്ങനെ അപ്പോ രാമൻ പറയാണ്, ജീവാത്മാവിനെ ബന്ധിക്കാൻ വളരെ ഗുരുവിനോ അല്ലെങ്കിൽ ഭഗവാനോ മുകളിലോട്ട് പോകണം കാണാൻ, ജീവാത്മാവിനെ കാണാൻ എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും പറയണത്രേ ഇദ്ദേഹം,
ജീവാത്മാവിനെ, ഭഗവാനെ കിട്ടാൻ ജീവാത്മാവിന് താഴത്ത് വീണ് അലയേണ്ടി വന്നു എന്ന് പറയുന്നത് എത്ര മോശമായതാണ്. മിത്രമാണ് അദ്ദേഹം, ദാസനാണെന്ന് കരുതണ്ട, കൂടെ വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോ എത്ര വലിയ തുമ ഉപകാര സുഗ്രീവഹിക്കീന. ഇനിയോ പോകാ മമസ്കന്ധമേറിയിടുവിൻ നിങ്ങൾ ആകുലഭാവമെല്ലാം അകലെക്കളഞ്ഞാലും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. മമസ്കന്ധമേറിയിടുക. അതേസമയത്ത് ഇങ്ങനെ പല കഥകളും പറഞ്ഞ് അസ് കഹി സകല കഥാ സമझായി ലിയേ ദുവോജന പീട്ട് ചടായി. ഇവിടെ പീട്ട് എന്ന് പറയുന്നുണ്ട് തുളസിദാസ്, പക്ഷേ നമ്മൾ കാണുന്ന ചിത്രത്തിലും, കാരണം വടുരൂപിയായിട്ടാണ് കൊണ്ടുപോകുന്നത്, ഹനുമാനായിട്ടല്ല കൊണ്ടുപോകുന്നത്. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ പോവാൻ നേരത്ത് രണ്ടുപേരോടും പറയാണ്, എന്റെ സ്കന്ധത്തിൽ ഇരുന്നോളൂ. രണ്ടുപേരും ഓരോ കാല് തൂക്കിയിട്ടിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് തൂക്കിയിട്ട് രണ്ടുപേരും ഇരിക്കുകയാണ്. അപ്പോ രാമൻ പറയാണത്രേ, നീയെ ഇങ്ങനെ വേഗത്തിൽ ചാടി നടന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ പറയാണ്, രണ്ട് കണ്ണുമടച്ച് ഇരിക്കൂ, ഞാനൊരു കാര്യം ചെയ്യാം. അങ്ങനെ എന്റെ തല പിടിച്ച് രണ്ട് കണ്ണുമടച്ചിരുന്നോളൂ, പിന്നെ പേടി വരില്ല എന്ന് പറയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും ഹനുമാൻ എന്ന ഈ വിപ്രന്റെ ശിരസ് പിടിച്ച് കണ്ണടച്ചിരിക്കുമ്പോൾ രണ്ട് കാലുകളും രണ്ടുപേരുടെ ഹൃദയത്തോട് കൂടി ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ സ്കന്ധത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പാദങ്ങള് അദ്ദേഹം ശിരസ് കൊണ്ട് പിടിച്ചിരിക്കുകയാണ് ഹനുമാന്റെ. ആ രണ്ട് പാദങ്ങളും ഹനുമാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കണ്ണു തുറന്നോളൂ ഇനിന്ന്. അപ്പൊ രാമചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ് അത്രേ, ഇനി കണ്ണു തുറന്നാൽ വീഴില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീഴില്ല, അതിനെന്താണ് ഗ്യാരണ്ടി എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, പ്രഭു അങ്ങയുടെ ഹസ്തം ആ എന്റെ ശിരസിലുള്ളപ്പോൾ അങ്ങയുടെ പാദം രണ്ടും എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇനി അങ്ങ് വീണാലും ഞാൻ വീഴില്ല, അത് ഉറപ്പാണ്, അതുകൊണ്ട് അങ്ങും വീഴില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പലതും പലതും പറഞ്ഞ് അസ് കഹി സകല കഥാ സമझായി ലിയേ ദുവോജന പീട്ട് ജടായി അങ്ങനെ കൊണ്ടുപോവുകയാണ്. എവിടെ? ഇദ്ദേഹത്തെ എത്തിക്കുകയാണ് ആ ഗുഹയില്, മലമുകളിലുള്ള ഗുഹയില്, സുഗ്രീവൻ ഇരിക്കുന്ന ഗുഹയിൽ എത്തിക്കുകയാണ്. എന്നിട്ട് എത്ര വലിയ ഉപകാരമാണ് നോക്കൂ, അഗ്നിസാക്ഷിയായിട്ട് മിത്രമായിട്ട് രണ്ടുപേരും, അവനവന്റെ കഥകളൊക്കെ പറയും, അങ്ങനെ അഗ്നിസാക്ഷിയായിട്ട് രണ്ടുപേരും മിത്രത അവിടെ വെച്ച് ചെയ്യാണ്. അങ്ങനെ മിത്രത ചെയ്യുമ്പോൾ വിറക് ജ്വലിപ്പിക്കുകയാണ്, വിറക് ജ്വലിപ്പിച്ചിട്ട് അഗ്നിയാക്കുകയാണ്. അപ്പോ ലക്ഷ്മണൻ പറയുന്ന വാക്കുകളുണ്ട് നോക്കൂ, ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇവിടെ അഗ്നിയാണ്, വിറകായിട്ട് സുഗ്രീവനുണ്ട്, സ്വയം സമർപ്പിക്കുകയാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്ര ഭഗവാന്. അങ്ങനെ സ്വയം അഗ്നി ആ വിറകിനെ സ്വീകരിക്കുകയാണ്. ഇതാണ് നമ്മുടെ എല്ലാ അഗ്നിക്ക് കൊടുക്കുന്ന എല്ലാ ശരീരങ്ങളും, നമ്മുടെ പാർത്ഥിവ ശരീരമാണെങ്കിലും സ്വയം സ്വീകരിക്കുകയാണ് അഗ്നി അതിനെ. അങ്ങനെ ആ അഗ്നി അതിനെ സ്വീകരിക്കുമ്പോൾ രാമൻ പറയുകയാണ്, ലക്ഷ്മണ നീ പറഞ്ഞ ഉപമയ്ക്ക് വളരെ നല്ലതാണ്, പക്ഷേ ഇവിടെ മൂന്നാമതൊരു ഘടകം കൂടിയുണ്ട്. അഗ്നിയുണ്ട്, വിറകുമുണ്ട്, പക്ഷെ വായു ഇല്ലെങ്കിൽ അഗ്നിക്ക് പ്രജ്വലിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഹനുമാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മിത്രതയില്ല. അപ്പൊ ഇതിനകത്ത് വായുപുത്രനായിരിക്കുന്ന ഹനുമാൻ തന്നെയാണ്, ഈ വായു തന്നെയാണ് ഇതിനെ പ്രജ്വലിപ്പിക്കുന്നത്, ഞങ്ങളുടെ മിത്രതയെ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നത്, അദ്ദേഹത്തെ വിസ്മരിക്കരുത് എന്ന് പറഞ്ഞ് ലക്ഷ്മണനോട് പറയാണ് രാമചന്ദ്ര ഭഗവാൻ. അപ്പോ അഗ്നിസാക്ഷിയാക്കിയിട്ട് അങ്ങനെ മിത്രത ചെയ്ത് ഒരു വലിയ ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഘട്ടത്തില് ഇത്ര വലിയ ഉപകാരം ചെയ്ത് അദ്ദേഹത്തെ പിന്നെ രാജാവാക്കി മാറ്റുകയാണ്. ബാലിയെ വധിച്ച് അതിനുശേഷം കിഷ്കിന്ധ രാജ്യം കൊടുത്ത്, ഇനി ഹനുമാന്റെ ഉപകാരം വീണ്ടും കാണാം നമുക്ക്. എവിടെ? എല്ലാം മറന്ന് ചാതുർമാസം ഇരിക്കുകയാണ്. 4 മാസം മഴക്കാലമാണ്, പുറത്തു പോകാൻ പറ്റില്ല, സീതാന്വേഷണത്തിന് പറ്റില്ല, വാനരന്മാർക്കൊക്കെ ഗുഹകളിൽ ഇരിക്കണം എന്ന് സുഗ്രീവൻ പറയുമ്പോൾ ഞങ്ങളും ചാതുർമാസം ഇരിക്കാം ഇവിടെ ഗുഹയിൽ എന്ന് പറഞ്ഞ് സുഗ്രീവനെ കിഷ്കിന്ധയിലേക്ക് പറഞ്ഞയക്കുന്നു. ഇവിടെ ആ ഗുഹയില്, സുഗ്രീവൻ ഇരുന്ന മലമുകളിലെ ഗുഹയില് രാമനും ലക്ഷ്മണനും ഇരിക്കുന്നു. എന്നിട്ട് അങ്ങനെ ചാതുർമാസം 4 മാസം കഴിയാറായി. പക്ഷേ സുഗ്രീവന് എല്ലാം നഷ്ടപ്പെട്ട സുഗ്രീവന് എല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാം മറന്നു പോവുകയാണ് സുഗ്രീവൻ. അങ്ങനെ ആ മറന്നുപോയ സുഗ്രീവന്റെ അടുത്ത് ഹനുമാൻ ചെന്ന് ഉപദേശിക്കുകയാണ്, ബാലിയെ കൊന്ന അതേ ബാണം തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കയ്യിലിരിക്കുന്നുണ്ട്, ഒരു നിമിഷം മതി ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ എന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞ് ഹനുമാനെ ഉടനടി പറഞ്ഞയക്കുന്നു. വാനര സൈന്യത്തെ 4 പുറത്തുനിന്നും വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഏറ്റവും വലിയ ഉപകാരം, രാജാവ് മറക്കുമ്പോൾ രാജാവിനെ പോലും നേർവഴിയിലോട്ട് നയിക്കുന്ന എത്ര വലിയ സുഗ്രീവന് ചെയ്ത ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും
മറക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തുളസീദാസ് ഇവിടെ പറയുന്നത് തും ഉപകാര സുഗ്രീവഹിക്കീന രാമമിലായ രാജപദീന. അങ്ങനെ ചക്രവർത്തി പദം കൊടുത്തു എന്ന് മാത്രമല്ല അത് രക്ഷിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹനുമാന്റെ വളരെ മഹത്തായ സേവനമാണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ നോക്കാം. തുമരോ മന്ത്ര വിഭീഷണ മാനാ ലങ്കേശ്വര ഭയ സഗ ജഗ ജാനാ. തുമരോ മന്ത്ര വിഭീഷണമാന ലങ്കേശ്വര ഭയ സബ ജഗ ജാന. തുമരോ മന്ത്ര, മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉപദേശം. അപ്പൊ ആരുടെ മന്ത്രം? ഹനുമാന്റെ മന്ത്രം വിഭീഷണനും സ്വീകരിച്ചു. സുഗ്രീവന് ഉപകാരം ചെയ്തതുപോലെ തന്നെ വിഭീഷണന് ഉപകാരം ചെയ്തിട്ടുണ്ട്. അതെന്താണ്? മന്ത്രം കൊടുത്തു. ആ മന്ത്രം എല്ലാവർക്കും അറിയാം. മന്ത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപദേശമാണ്. മാന എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു. ഭയ എന്ന് പറഞ്ഞാൽ ഭവിച്ചു. ജഗ് ജാന, സകല ലോകങ്ങൾക്കും അറിയാം. എന്താണ്? സർവ്വലോകർക്കും അറിയാം. തുമരോ മന്ത്ര വിഭീഷണമാന, നിന്റെ ഉപദേശം വിഭീഷൺ മാനിച്ചു. ലങ്കേശ്വർ, അദ്ദേഹവും ഇവിടെ സുഗ്രീവൻ രാജാവായതുപോലെ സ്വയം ലങ്കേശനായി ഭവിച്ചു. രാവണൻ കഴിഞ്ഞതിന് ശേഷം ലങ്കേശനായി ഭവിച്ചു എന്ന് ഈ ലോകത്ത് ആർക്കാണ് അറിയാത്തത് എന്നാണ് തുളസീദാസ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ ഉപദേശം കൊടുത്തത് ആർക്കാണ് എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ്. ഭാഗവതോത്തമനായ വിഭീഷണൻ രാവണന്റെ അന്നം കഴിച്ച് രാവണന്റെ കൊട്ടാരത്തിലും അതുപോലെ തന്നെ രാജധാനിയിലും ഇരിക്കുമ്പോൾ എപ്പോഴും രാവണനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുകയാണ് അത്ര ചെയ്തിരുന്നത് ഇദ്ദേഹം. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരിക്കലും ഈ രാവണന്റെ ആ ഒരു പരിവേഷത്തിന് പുറത്തു വരാൻ പറ്റിയിരുന്നില്ല. സുഗ്രീവൻ ഇരിക്കുന്ന സദസ്സില് രാവണന് ഉപദേശം കൊടുക്കുകയാണ്. ആര്? ഹനുമാൻ. എന്നിട്ട് പറയാണ്, രാമചരിതമാനസത്തിലെ ശ്ലോകം തന്നെ ചൊല്ലാം. രാമചരണ പങ്കജ് ഒരു ധരവു ലങ്ക അചല രാജ്യത്വം കരവു. ഇതായിരുന്നു മന്ത്രം. രാമചരണ പങ്കജ് ഒരു ധരവു. രാമചരണ പങ്കജങ്ങൾ, ഉരു എന്ന് പറഞ്ഞ ഹൃദയം, ഉരു എന്ന് പറഞ്ഞ ഹൃദയത്തിൽ ധരിക്കൂ. എന്നിട്ടോ ലങ്ക അച്ചൽ, ഒരിക്കലും ഇളകാത്ത ലങ്ക രാജ്യത്തിന് നീ രാജാവായി വാഴൂ. സീതാദേവിയെ തിരിച്ചു കൊടുത്ത് രാമചരണ പങ്കജങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ, എന്നിട്ട് ലങ്കയിലെ രാജാവായി വാഴൂ എന്ന്. അപ്പൊ അന്ന് പ്രതിഷ്ഠിച്ചു അത്രേ. അതാണ് ആദ്യമായിട്ട്. ആ മന്ത്രം കേട്ട ഉടനെ രാവണനാണ് പറഞ്ഞതെങ്കിലും അന്ന് തന്നെ അദ്ദേഹം ആ മന്ത്രത്തെ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ആര്? വിഭീഷണൻ. അങ്ങനെ ആ മന്ത്രം അന്ന് ഉപകാരം ചെയ്തില്ല അദ്ദേഹത്തിന്. വിഭീഷണൻ കരഞ്ഞുകൊണ്ട് പിന്നെ പറയുന്ന ഒരു രംഗമുണ്ടത്രേ ഈ രാമചരിതമാനസത്തില്. സുനവ് പവന സുത് രാഹ് ഹമാരി ജിമി ദസ് ദല വാണിബ വിചാരി. സുനുഹു പവനസുദ് രാഹ് ഹമാരി. എന്റെ കഥ കേട്ടോളൂ, എന്റെ അവസ്ഥ കേട്ടോളൂ. എങ്ങനെയാണ്? 32 പല്ലിനകത്തിരിക്കുന്ന ഒരു നാവിനെ പോലെയാണ് എൻ്റെ അവസ്ഥ. സകല സ്ഥലത്തും നിശാചരന്മാരാണ്. ഒന്നും പറഞ്ഞാൽ അവർ അനുസരിക്കില്ല. ഞാൻ പറഞ്ഞതൊന്നും സദ്ഭാഷമൊന്നും അവർ കേൾക്കുന്നില്ല. അവരുടെ ഇടയിലുള്ള ഒരു നാക്കിന്റെ അവസ്ഥയാണ്. അപ്പൊ എന്താണ് ഈ നാവിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ശകലം എവിടെങ്കിലും ഉള്ളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നാവിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നാവ് എല്ലായിടത്തും ചുഴഞ്ഞുകൊണ്ട് അവിടെ പോവും, അതിനെ തോണ്ടിയെടുക്കാൻ നോക്കും. വീണ്ടും ശ്രമിക്കും, കിട്ടിയില്ലെങ്കിൽ പിന്നെയും വേറൊരു ഡയറക്ഷനിൽ തോണ്ടിയെടുക്കാൻ നോക്കും. അങ്ങനെ ഈ നാവ് സദാ ഈ പല്ലുകളിലുള്ളിൽ എന്തെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഒരു സദ്ഗുരുവിന്റെ അല്ലെങ്കിൽ സന്ത് എന്ന് പറയും, അദ്ദേഹത്തിന്റെ കാര്യമാണ് ചെയ്യുന്നത്. സുഗ്രീവനും ഇവിടെ വിഭീഷണനും ഒരു സന്ത് പോലെയാണ് പരിവർത്തിക്കുന്നത്. പക്ഷേ 4 പുറത്തും 32 പല്ലുകളാണ് അദ്ദേഹത്തിന്റെ ഇരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യം ചെയ്തിട്ട് ഈ ഭക്ഷണശകലം തോണ്ടിയെടുത്തെങ്കിലും എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നാവ് അറിയാതെ ഒന്ന് ചെന്നെങ്കിൽ പല്ലിന് ആ വിചാരമില്ല, പല്ല് നാവിനെ കടിക്കും. അപ്പോ ഇത് പറയുന്നത് സന്തും അസന്തും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഇവിടെ തുളസീദാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ദന്തങ്ങള് അസന്തമാണ്, അവരവരുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, എത്ര ഉപകാരം ചെയ്താലും നാവിന്. അങ്ങനെ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് കരഞ്ഞു പറയുകയാണത്രേ. അപ്പോ അങ്ങനെ പറയുമ്പോ ഹനുമാൻ പറയുന്ന ഒരു വളരെ മനോഹരമായ കാര്യമുണ്ട്. ആദ്യം ആരാണ് ഉണ്ടായത്? ദന്തങ്ങളാണോ അതോ നാവാണോ ജിഹ്വയാണോ എന്ന് ചോദിക്കുമ്പോ വിഭീഷണൻ പറയാണ്, ശരിയാണ്, ആദ്യം ഉണ്ടായത് നാവാണ്. അവസാനം വരെ ആരാണ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിഭീഷണൻ വീണ്ടും പറയാണ്,
നാവാണ്. ജീവനുള്ളിടത്തോളം കാലം നാവ് ഉണ്ടായിരിക്കും. അപ്പോ അന്തവും ആദിയും നിങ്ങൾ തന്നെയാണ്. പിന്നെ എന്തിനാ പേടിക്കുന്ന ദന്തങ്ങളെ? അത് ഇന്ന് വരും നാളെ പോവും. ഒന്ന്. രണ്ടാമത്, ഈ ദന്തങ്ങള് അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഒന്നാണ്, അവര് 32ആണ്, ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. നാവിന് പലതും ചെയ്യാൻ പറ്റും. നാവ് പോയിട്ട് ഒരു ഡോക്ടറോട് പറയാണ്, എന്നെ വളരെയധികം ഈ ദന്തങ്ങള് ബുദ്ധിമുട്ടിക്കുന്നു, ഇതെല്ലാം എടുത്തു മാറ്റൂ എന്ന് പറഞ്ഞാൽ എല്ലാ ദന്തങ്ങളും എടുത്തു മാറ്റാൻ നാവിനെ കൊണ്ട് സാധിക്കും. ആ ഡോക്ടർ ഇവിടെ വരും, ആ ഭിഷഗ്വരൻ ഇവിടെ വരും, ശ്രീരാമചന്ദ്ര ഭഗവാൻ എന്ന ആ ഭിഷഗ്വരൻ ഇവിടെ വരും, ഇവിടെ ശിബിരം ചെയ്യും. ആ ശിബിരത്തിനകത്ത് ചെന്നൊന്ന് പറഞ്ഞാൽ മതി, പ്രഭു ഞാൻ ഈ പല്ലുകളെ കൊണ്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ രാക്ഷസരുമില്ലാതെ, ഒരൊറ്റ ദന്തവുമില്ലാതെ നിങ്ങളെ മുക്തരാക്കി തീർക്കും. അദ്ദേഹം അതിനുള്ള ചികിത്സ ചെയ്യും, എല്ലാവരെയും ഉന്മൂലനാശനം ചെയ്യും. അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം വരും, പേടിക്കണ്ട എന്ന് അവിടെ വെച്ച് പറയാണ് സുഗ്രീവനോട്, വിഭീഷണനോട്. അപ്പോ ഈ ലങ്കേശനായി അദ്ദേഹമെങ്കിൽ അതെന്തുകൊണ്ടാണ്? അത് ഈ ഒരു മന്ത്രം, രാവണന് കൊടുത്ത മന്ത്രം തന്നെ, രാമചരണ പങ്കജ് ഒരു ധരവോ എന്നുള്ള ആ മന്ത്രം അന്ന് സ്വീകരിച്ച് ലങ്കേശൻ താനെന്നെ ആവാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആ വിചാരിച്ചു പോയി എന്നാണ് പറയുന്നത് വിഭീഷണൻ. പക്ഷേ വിഭീഷണൻ എന്നാലും ഒരിക്കലും ഒരുപാട് കാലം വരെ പോയില്ല. 4 മാസം ചാതുർമാസം കഴിഞ്ഞ് ഇവരൊക്കെ വന്ന് അതിനുശേഷം തിരിച്ച് ഹനുമാൻ പോയതിനു ശേഷം സമയമെടുക്കുന്നുണ്ട് വീണ്ടും തിരിച്ച് ലങ്കയിലോട്ട് എല്ലാവരും കൂടി ശ്രീരാമചന്ദ്ര ഭഗവാൻ വരാൻ. അതുവരെ വന്നില്ല. പക്ഷെ അതുവരെ വിഭീഷണനും വന്നില്ല. കാരണം ഇവിടെ വീണ്ടും തുളസിദാസ് പറയാണ്, സദ്ഗുരുവിന്റെ വാക്കുകൾ കേട്ടാലും, മന്ത്രം കേട്ടാലും, അല്ലെങ്കിൽ സദ്വചനങ്ങൾ കേട്ടാലും സ്വന്തക്കാരന്റെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഒരു ചവിട്ട് കൊള്ളാതെ ഒരിക്കലും നിങ്ങൾക്ക് സദ്ബുദ്ധി വരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ 2 തരത്തിലുള്ള ജനങ്ങളുണ്ട്. എപ്പോഴും ബന്ധുമിത്രാദികളുടെ ചവിട്ട് കൊള്ളുന്ന ആളുകൾ, പക്ഷെ അവർക്ക് സദ്ബുദ്ധി വരില്ല. കാരണം അവര് സദ്വചനങ്ങൾ കേൾക്കാറില്ല. രണ്ടാമത്തെ ആളുകൾ സദ്വചനങ്ങൾ എപ്പോഴും കേൾക്കും, പക്ഷെ ബുദ്ധി തെളിയില്ല. കാരണം ബന്ധുമിത്രാദികളുടെ ചവിട്ട് കൊണ്ടിട്ടില്ല. ഇവിടെ രാവണൻ ചവിട്ടി പുറത്താക്കുകയാണ്. രാമചരിത മാനസത്തില് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അങ്ങനെയാണ്. ലാസ്റ്റിൽ ചെന്നിട്ട് ഉപദേശം കൊടുക്കാൻ പോകുന്ന വിഭീഷണനെ ചവിട്ടി പുറത്താക്കുകയാണ്. വാളൻ ഊണാക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിന് മുന്നേ ചവിട്ടി പുറത്താക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം രാമചന്ദ്രൻ തന്നെ ശരണം എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഒരു സദ്ഗുരുവിന്റെ വാക്കുകൾ കേൾക്കുന്നത് ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇത് രണ്ടും, ഇത് ഒരു പ്രാസമുണ്ട് ഹിന്ദിയില്, ലാത്ത് ഓർ ബാത്ത്. സദ്ഗുരുവിന്റെ ബാത്ത് കേൾക്കും, പക്ഷേ ഇത് ബന്ധുമിത്രാദികളുടെ ലാത്ത് കിട്ടാതെ ഒരിക്കലും ആ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോകരുത്. നമ്മളിവിടെ എപ്പോഴും സദ്ഗുരുവിന്റെ വചനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഹനുമാന്റെ ചരണങ്ങളെ സ്മരിച്ചുകൊണ്ട് നല്ല ദിശയിലോട്ട് നമുക്ക് പോകാൻ കഴിയണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വിഭീഷണൻ രാമനെ കാണാൻ എത്തുകയാണ്. ഇതൊക്കെ കിട്ടിയപ്പോ രാമനെ കാണാൻ എത്തുമ്പോ എങ്ങനെയാണ് വരുന്നത്? എപ്പോഴും ഭജമന രാമചരണ സുഖദായി, ഭജമന രാമചരണ സുഖദായി. ആ രാമചരണമെന്ന് എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് അങ്ങനെ വരികയാണ്. രാമചരണ പങ്കജ് ഒരു ധരവു ലങ്ക അച്ചല് രാജ് തും കരവു എന്ന് പറഞ്ഞ ആ വാക്കുകൾ കേട്ടതുപോലെ തന്നെ അതുപോലെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ വന്നിട്ട് സുഗ്രീവൻ അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. രാമൻ ചോദിക്കുകയാണ്, ആരാണ് വന്നിരിക്കുന്നത്, വരാൻ പറയൂ എന്ന് പറയുമ്പോൾ ഇത് ലങ്കേശന്റെ ഭ്രാതാവാണ്, അദ്ദേഹത്തെ വഴിത്തിരുത്തപ്പെടയ്ക്ക്, അദ്ദേഹം എന്തെങ്കിലും നമ്മളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വന്നിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ രാമൻ പറയാണ്, നമുക്കൊരു രഹസ്യവും ഇല്ലല്ലോ ചോർത്താൻ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ അദ്ദേഹം അകത്ത് വരികയാണ്. അതുപോലെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്നാണ് ഈ മന്ത്രം കൊടുത്തത്? കാലങ്ങൾക്ക് മുന്നേ. അപ്പോ ഒരു സത്സംഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നമുക്ക് സദ്ബുദ്ധി വന്നില്ല എന്ന് വരും. ഇത് തുളസിദാസ് പറയുന്നതാണ്, ഒരു ഘടികാരത്തില് അലാറം നിറയ്ക്കുന്നത് പോലെയാണത്രേ. അലാറം നിറച്ചു കഴിഞ്ഞാൽ ആ സമയം വരുമ്പോഴാണ് അലാറം അടിക്കുള്ളൂ. ഇപ്പൊ നമ്മള് 6 മണിക്കൂറിന് ശേഷമാണ് അലാറം നിറച്ചു വെച്ചെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞാലേ അടിക്കുള്ളൂ. അപ്പൊ എപ്പോ നിങ്ങൾക്ക് ആ സമയം വരുന്നുവോ സത്സംഗം കേട്ടുകൊണ്ടേയിരിക്കൂ. എന്താണ് ഇപ്പൊ ഇത് കേൾക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ രാമായണം എപ്പോഴെപ്പോഴും വായിക്കേണ്ട ആവശ്യം എന്താണെന്ന് വല്ലവരും ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കാര്യം ഇതാണ്, നമ്മളെ എത്ര തവണ അത് കേൾക്കുന്നുവോ
അതൊരു അലാറം, ആ അലാറത്തിന്റെ ചാവി നിറയ്ക്കലാണ്. ആ സമയം വരുമ്പോൾ ആ സദ്ബുദ്ധി വന്ന് നമുക്ക് ഭഗവത് ദർശനം ഉണ്ടാകും, ഭഗവത് കൃപ നമുക്ക് എന്നും കിട്ടും എന്നുകൂടി ഇവിടെ പറയാണ്. ലങ്കേശ്വര ഈ എങ്ങനെ അദ്ദേഹം ലങ്കേശ്വരനായത്? അതിനുശേഷം വന്നിട്ട് പറയാണത്രേ, രാമൻ പറയുമ്പോ കഹോ ലങ്കേഷ് എന്നാണ് പറയുന്നത്. അപ്പോ സുഗ്രീവൻ പറയാണ്, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയാണ്, തിലകം ചാർത്തി തീർത്ഥമൊഴിച്ച് പറയാണ്, ലങ്കേശായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങേ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു, ഇന്നു മുതൽ അങ്ങ് ലങ്കേശ്വരനാണെന്ന്. ഇപ്പൊ നോക്കൂ, എത്ര വലിയ കാര്യമാണ് ഇവിടെ. തുമരോ മന്ത്ര വിഭീഷണ മാന, ലങ്കേശ്വര ഭയ സബ് ജഗ ജാന. അങ്ങനെ ആ മന്ത്രം കേട്ട് അതുപോലെ പ്രവർത്തിച്ചപ്പോ സമയം വന്നപ്പോ അദ്ദേഹം ലങ്കേശനായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹനുമൽ ചരണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേൾക്കൂ, അദ്ദേഹം പറഞ്ഞത് എപ്പോഴും ഹനുമാൻ ചാലീസ ഓർത്തുകൊണ്ടിരിക്കൂ, നമ്മളെയും ഈ ഭവസാഗരം തന്നെ തരണം ചെയ്യാനുള്ള കാര്യം നമുക്കും കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് 18ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. ജുഗ് സഹസ്ര ജോജൻ പർ ഭാന്യു, ലീല്യോ താഹി മധുര ഫല ജാന്യു. അടുത്ത ഒരു വലിയ കർമ്മം എന്താണ് അദ്ദേഹം ചെയ്തത്? ചെറുപ്പകാലത്ത് നമുക്കറിയാം, യുഗ് സഹസ്ര ജോജൻ പർ ഭാന്യു. ജുഗ് എന്ന് പറഞ്ഞാൽ യുഗം, സഹസ്ര എന്ന് പറഞ്ഞാൽ 1000, ജോജൻ എന്ന് പറഞ്ഞാൽ യോജന, ഭാനു എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യചന്ദ്രൻ, സൂര്യഭഗവാൻ. ലീല്യോ, ലീല്യോ എന്ന് പറഞ്ഞാൽ വിഴുങ്ങി അല്ലെങ്കിൽ കടിച്ചു. താഹി അതിനെ, മധുര ഫല ജാന്യു നല്ല മധുരമുള്ള ഒരു പഴമാണെന്ന് കരുതിയിട്ട് ഹനുമാൻ, ബാലനായ ഹനുമാൻ ബാലസൂര്യനെ, ഉദിച്ചു വരുന്ന ചുമന്ന സൂര്യനെ കണ്ട് ചാടി അതിനെ കടിച്ച് അതിനെ കഴിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഇന്ദ്രൻ വജ്രം ആ പോകുന്ന വഴിക്ക് വജ്രായുധ പ്രേരണ നടത്തുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ സൂര്യൻ രാവിലെ നമ്മൾ നേരത്തെ ഉണരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഉദയ സൂര്യനെ കാണണം. ദശരഥൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണത്രേ, അതും അത്രയും വയ്യാതായിട്ട് ഒരു പ്രാവശ്യമാണ് ഉദയത്തിന് ശേഷം ഉണർന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ അപ്പൊ എല്ലാവരും വന്ന്, രാജ്യം മുഴുവൻ എല്ലാവരും ചിന്തിതരായി, എന്തുകൊണ്ട് ദശരഥൻ ഉണർന്നില്ല എന്ന്. ഇന്നിപ്പോ ആരെങ്കിലും 4 മണിക്ക് ഉണർന്നാലാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്, അല്ലെ? അതേ കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് സരസ്വതി യാമമാണ്, നമ്മുടെ സദ്ബുദ്ധി പ്രവർത്തിക്കുന്ന സമയമാണ് എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. എല്ലാ പുതുതല്ലേ, നമ്മള് മുന്നോട്ടല്ലേ പോകേണ്ടത്. അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ് ഉണരണം, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉണർന്നാൽ മതി എന്നായിരിക്കും ഇന്നത്തെ ചിന്താഗതി എന്നാണ് സദ്ഗുരുക്കൾ പറയുന്നത്. പക്ഷേ ആ ചിന്താഗതി ശരിയാണോ? നമ്മള് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ STD PCO ബൂത്തുകൾ ഉണ്ടായിരുന്നു. രാത്രി ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ലൈൻ ബിസി ആയിരിക്കും. നമ്മളൊരു റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും, ഞാൻ 5 മണിയാകുമ്പോൾ വരാം, ഒന്ന് തുറക്കാൻ പറ്റുമോ, എനിക്കൊരു കോൾ ചെയ്യണം അമേരിക്കയിലേക്ക്. 7 മണി കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വന്നോളൂ 5 മണിക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരൊറ്റ റിങ്ങിൽ കിട്ടും. കാരണം എന്താണ്? ലൈൻ ക്ലിയർ ആണ്. അതുപോലെ തന്നെ സാധകന്റെ മനസ്സ് വളരെ സങ്കീർണമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്ത രാത്രിയിൽ. ഇപ്പൊ രാത്രിയിൽ കുറേ നേരം പഠിക്കുക, രാത്രിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ രാത്രിയിൽ വേഗത്തിൽ കടന്നുറങ്ങി സൂര്യഭഗവാൻ ഉദിക്കുന്നതിന് മുന്നേ ഉണർന്ന് സൂര്യദർശനം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ സുഖം, അപ്പോൾ എന്ത് നമ്മൾ പഠിച്ചാലും എന്ത് നമ്മൾ ചെയ്താലും അതെല്ലാം നമ്മുടെ ദിഷണയില് ജാഗരൂകമായിട്ട് എന്നും ഇരിക്കും എന്നുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് പറയാണ്, അങ്ങനെ ഉണർന്നു നോക്കണം. അങ്ങനെ ഉണർന്നു നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുള്ളൂ? കുറച്ച് സമയത്ത് നല്ല ചുമന്നിരിക്കുന്ന സൂര്യനെ കാണാം. ഉടനെ തന്നെ ആ സൂര്യൻ മഞ്ഞ നിറമായി മാറും കുറച്ചു സമയത്തിന് ശേഷം. അപ്പോ തുളസീദാസനോട് ആരോ ചോദിച്ചു അത്രേ, എന്താ ഇങ്ങനെ സൂര്യൻ വേഗം മഞ്ഞ നിറമാവുന്ന? അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം വിനയ് പത്രിക എന്നുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയിലെ ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ അദ്ദേഹം ഹനുമാനെ കണ്ട് പേടിച്ചിട്ട് ആണ്, ഹനുമാൻ വിഴുങ്ങാൻ വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. താഹികെ തമക്ക് കോയി ഓർ ഹോ, ജാഗോ ബാലക് വിനോദ് സമുചിത് മൻ, ഡരത് ദിവാകർ തേർ ഹോ. ബാലക് ജാഗോ, ഈ ദിവാകരൻ പോലും ഇതാ പേടിച്ചരണ്ടിരിക്കുന്നു. ഹനുമാന്റെ മനസ്സ് ഇത്രയ്ക്ക് ശക്തമാണ്. ആ ഹനുമാനെ ധ്യാനിച്ചുകൊണ്ട്
ഇങ്ങനെ ദിവാകരനെ കാണൂ എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അപ്പോ ഇത്രയും ശക്തമായിട്ടുള്ള സൂര്യനെ തേജസ്സോടുകൂടി നോക്കാൻ ശക്തിയേറിയ ഒരേ ഒരാളേ ഉള്ളൂ, അതാണ് ഹനുമൽ സ്വാമി എന്ന് പറയാണ്. അങ്ങനെ യുഗസഹസ്ര ജോജന പർ ഭാന്യു ലീലിയോ താഹി മധുര ഫലജാന്യു, അതൊരു പഴമാണെന്ന് കരുതിയിട്ട് ഹനുമാൻ ഭക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ശാസ്ത്രമുണ്ട് എന്ന് ഇപ്പോ പിൽക്കാലത്ത് പലരും പറയാറുണ്ട്. ഒരു യുഗം എന്ന് പറഞ്ഞാൽ 12,000 വർഷമാണെന്ന് ധാരാളം നമ്മളുടെ എല്ലാ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു യുഗം എന്ന് പറഞ്ഞാൽ 12,000 വർഷം. ഒരു സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. അപ്പോ യുഗ് സഹസ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 × 1000. അങ്ങനെ യുഗ് സഹസ്ര യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഒരു യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മൈലിനെയാണ് ഒരു യോജന എന്ന് പറയുന്നത്. ഒരു യുഗം 12,000 വർഷം, ഒരു സഹസ്രം എന്ന് പറഞ്ഞാൽ 1000, ഒരു യോജന എന്ന് പറഞ്ഞാൽ 8 മൈല്. അങ്ങനെ യുഗ് മൾട്ടിപ്ലൈഡ് ബൈ സഹസ്രം മൾട്ടിപ്ലൈഡ് ബൈ യോജന 12,000 × 1000 × 8, ഇത് നമുക്ക് 9.6 കോടി മൈൽ കിട്ടും. അപ്പോ 9.6 കോടി മൈൽ, ഒരു മൈല് എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. അപ്പോ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം 9.6 കോടി മൈലാണ്, അല്ലെങ്കിൽ 15.36 കോടി കിലോമീറ്റർ ആണ്. ഈ ശ്ലോകത്തില് ഇങ്ങനെ ഒരു രഹസ്യം പോലും അന്നത്തെ കാലത്തുള്ളത് അടങ്ങിയിരിക്കുന്നു എന്നത് അത്യത്ഭുതമാണ്. അതാണ് നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ ഓരോ കാര്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങള്. യുഗസഹസ്ര ജോജന പർ ഭാന്യു, ഒരു യുഗം × ഒരു സഹസ്രം, ഒരു യോജന, അങ്ങനെ ഉള്ള മൂന്നും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ 9.6 കോടി മൈൽ ദൂരത്താണ് ഈ സൂര്യനുള്ള എന്നുള്ള ഒരു രഹസ്യം കൂടി ഈ ശ്ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരോടും താല്പര്യപ്പെടുന്നത് ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം. പ്രഭു മുദ്രിക മേലി മുഖമാഹി ജലദിലാംഘി ഗയ അജരജനാഹി. പ്രഭു മുദ്രിക മേലി മുഖമാഹി, പ്രഭു മുദ്രിക മേലി മുഖമാഹി ജലദിലാംഘി ഗയ അജരജനാഹി. മുദ്രിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ കൊടുത്ത അടയാള മോതിരത്തെയാണ് ഇവിടെ മുദ്രിക എന്ന് പറയുന്നത്. പ്രഭു എന്ന് പറഞ്ഞാൽ രാമചന്ദ്ര പ്രഭു കൊടുത്ത ആ അടയാള മോതിരം. മേലി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു, മാഹി എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ്. ജലധി, ഇവിടെ സമുദ്രത്തെയാണ് ജലധി എന്ന് പറയുന്നത്. ലാംഘി, ലംഘനം ചെയ്തു. അപ്പോ പ്രഭു കൊടുത്ത ആ മുദ്രിക മേടിച്ച് അത് തന്റെ മുഖത്തില് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ വായ്ക്കകത്ത് വെച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് ജലധി സമുദ്രത്തെ തരണം ചെയ്ത് എന്ന് ഒരു അജരജനാഹി, ഒരു പ്രയാസവും കൂടാതെ, അജരജനാഹി ഒരു പ്രയാസവും കൂടാതെ അദ്ദേഹം തരണം ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ പലരും പറയും, ഇത്രയും വ്യുൽപ്പത്തിയുള്ള വിദ്വാനായിട്ടുള്ള ഈ ഹനുമാൻ ഈ പ്രഭു കൊടുത്ത മുദ്രിക എന്തുകൊണ്ട് വായിൽ വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇത് പറയുമ്പോൾ പറയാണ്, മുദ്രിക വായിൽ വെക്കാനുള്ളതല്ല എന്നാണ് അത്ര തുളസിദാസ് ഇവിടെ പറയുന്നത്. പക്ഷെയോ ഈ മുദ്രികയിലുള്ളത് എന്താണ്? തബ് ദേഖി മുദ്രിക മനോഹർ രാമനാമ അങ്കിത് അതിസുന്ദർ എന്നാണ് എഴുതുന്നത്. ഇത് എടുത്തിട്ട് ഹനുമാൻ ഇങ്ങനെ നോക്കുകയാണ് ഹനുമൽ സ്വാമി. അപ്പൊ എന്താണ് കാണുന്നത്? തബ് ദേഖി മുദ്രിക മനോഹർ, മനോഹരമായിട്ടുള്ള മുദ്രിക എടുത്ത് നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? രാമനാമ അങ്കിത് അതിസുന്ദർ, രാമനാമം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്, രാമനാമത്തെ ആരാണോ തന്റെ ജിഹ്വയിൽ വെക്കുന്നത് അദ്ദേഹത്തിന്, ഇവിടെ സമുദ്രം എന്ന് പറഞ്ഞാൽ ഭവസാഗരമാണ്, ആ ഒരു രഹസ്യം കൂടി ഈ ശ്ലോകത്തിലുണ്ട്. ഈ വായിൽ വെച്ചത് എന്താണ്? മുദ്രികയിൽ എന്താണ് വെച്ചത്? മുദ്രികയല്ല വെച്ച് സദാ രാമ 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 എന്നാണ് ജപിച്ചുകൊണ്ടിരുന്നത് തന്റെ ജിഹ്വകളെ കൊണ്ട്, ജിഹ്വയെ കൊണ്ട് ഹനുമൽ സ്വാമി. അതുപോലെ തന്നെ അതുകൊണ്ട് വളരെ സുലളിതമായിട്ട് അദ്ദേഹം സമുദ്ര ലംഘനം ചെയ്തു. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഹനുമാൻ പറഞ്ഞു തന്ന ഈ ഉപദേശം കേട്ട് നമ്മളെല്ലാവരും ആ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കൂ, നമുക്കും ഈ ഭവസാഗരത്തെ തരണം ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഗോപ്യമായ സന്ദേശം കൂടി പ്രഭുമുദ്രിക മേലിമുഖമാഹി ജലദിലാംഗിക അജരജനാഹി എന്നുണ്ട്. അപ്പോ ഇവിടെ വേറൊരു കാര്യമുണ്ട്.
ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ള ഹനുമാനോട് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ് ഹനുമാൻ താങ്കൾ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അത്രേ. അപ്പൊ ഞാനൊരു കാര്യവും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ താങ്കളല്ലേ ലങ്കയിൽ പോയത്, സീതയെ കണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു സീതയെ, പക്ഷെ ഞാനല്ല പോയത്. കാരണം പണ്ടും പറഞ്ഞിട്ടുണ്ട്, രാമന്റെ ബാണത്തെ പോലെയാണ് ഹനുമാൻ പോയതെന്ന്. തന്റെ എല്ലാവിധ അഹന്തകളും ഉപേക്ഷിച്ചിട്ട് എന്നാൽ മാത്രമാണ്, ഇവിടെ തുളസിദാസ് പറയുന്നത്, ദേഹി എന്നുള്ള മോഹം ഉപേക്ഷിച്ചാൽ ഇസ് പാർ ദേഹി കോ ചോടോ തോ ഉസ് പാർ വൈദേഹി ഹെ. അപ്പൊ വൈദേഹിയെ കാണണമെങ്കിൽ ദേഹിയെ ഇവിടെ ഉപേക്ഷിക്കണം, ആ അഹംഭാവത്തെ ഉപേക്ഷിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ പോയത് അല്ല. എങ്ങനെയാണ് ഉണ്ടായത്? വളരെ കൃത്യമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് അവിടെ. ആ ശ്ലോകത്തിനകത്ത് അദ്ദേഹം പറയുന്നത്, ലേ മുദ്രി വാ പർ ഗയി, ലേ മുദ്രി വാ പർ ഗയി, പാർ ഗയി, ലേ മുദ്രി വാ പാർ ഗയി. ഇവിടെ ആ മുദ്രിക എടുത്തിട്ടാണ് മുദ്രികയാണ് എന്നെ കൊണ്ടുപോയത്. ലേ മുദ്രി വാ പാർ ഗയി. ആ മുദ്രിക ഞാൻ എടുത്തപ്പോ അതെന്നെ അവിടെ കൊണ്ടുപോയി എത്തിച്ചു. അതാണ് പറയുന്നത്. ഈ കരയിൽ നിന്നും എന്നെ മറുകരയിലേക്ക് ആ മുദ്രികയാണ് കൊണ്ടുപോയത്. മുദ്രികയിൽ എഴുതിയിരിക്കുന്ന രാമനാമമാണ് കൊണ്ടുപോയതാണ് തുളസിദാസ് രാമചരിതമാനസത്തിൽ പറയുന്നത്. അപ്പൊ രാമൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അത്രേ, അപ്പൊ മുദ്രിക നീ അവിടെ കൊടുത്തില്ലേ ജാനകി ദേവിക്ക്, പിന്നെ തിരിച്ചെങ്ങനെ വന്നത്, അതെങ്ങനെ ബാധിച്ചത് എന്ന് പറയാണ്. ഞാൻ എന്താണ് പറഞ്ഞത് അവിടെ ചോദിച്ചത്? മോഹി ദീജേ കച്ച് ചീന ജൈസേ രഘുനായക് മോഹേ ദീന. അതാണ് പറഞ്ഞത്, മാതാവേ മോഹേ എനിക്ക് ദീജേ തരൂ കച്ച് ചീന, എന്തെങ്കിലും ചിഹ്നം തരൂ, കുച്ച് ചിഹ്നം, എന്തെങ്കിലും ചിഹ്നം തരൂ. ജൈസേ രഘുനായക് മോഹേ ദീന, എനിക്ക് രഘുനായകൻ തന്നയച്ചതുപോലത്തെ എന്തെങ്കിലും തരൂ എന്ന്. എന്നാലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ എന്ന് ഹനുമാൻ അറിയാം. അപ്പൊ എന്താണ് പേടിക്കുന്നത്? ലേ മുദ്രി വാ പാറുകൈ. എന്നിട്ടോ തിരിച്ചെങ്ങനെയാ വന്നത്? ചൂടാമണി കൊടുക്കുകയാണ് ആ ചിഹ്നം, അതെടുത്തിട്ടാണ് ആ പാർ, ചൂടാമണി ആ പാർ ആയി. ചൂടാമണി എടുത്തിട്ടാണ് ഈ കരയിലോട്ട് വന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? രാമചന്ദ്ര ഭഗവാന്റെ ആ നാമവും അത് അങ്കിതമായിരിക്കുന്ന മുദ്രയും അതുപോലെ തന്നെ സദാ ജപിച്ചുകൊണ്ട് കൊടുത്ത ചൂടാമണിയും കയ്യിലുകൊണ്ടാണ് എനിക്ക് പോകാനും വരാനും പറ്റിയത്. ഞാനൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഭഗവാനെ എന്നാണ് അത്രേ ഹനുമാൻ പറഞ്ഞത്. എന്തേ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പ്രഭുമുദ്രിക മേലിമുഖമാഹി ജലദിലാന്തിക അജരജനാഹി, അങ്ങനെ ലംഘനം ചെയ്ത് അദ്ദേഹം അവിടെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയതിനു ശേഷം അടുത്ത ശ്ലോകം കൂടി നമുക്ക് നോക്കാം. ദുർഗം കാജ് ജഗത് കേ ജേത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. ദുർഗം കാജ് 20ാമത്തെ ശ്ലോകമാണ്. ദുർഗം കാജ് ജഗത് കേ ജേത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. ദുർഗമം എന്ന് പറഞ്ഞാൽ വിഷമം പിടിച്ച കാര്യങ്ങൾ, കാജ് എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ജേത്തെ ഏതെല്ലാമാണോ, തേത്തെ അതെല്ലാം വളരെ സുഗമമായിട്ട് ഹനുമൽ സ്വാമിയുടെ കൃപയുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ദുർഗമമായ കാര്യങ്ങളും, കാരണം അദ്ദേഹം തന്നെ ഭവസാഗരം തരണം ചെയ്യുക എന്നുള്ളത് വളരെയധികം, അല്ലെങ്കിൽ ലങ്കയ്ക്കുള്ള ഈ സമുദ്ര തരണം ചെയ്യുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമായിരുന്നു. അത് അദ്ദേഹം വളരെ സുഖകരമായി ചെയ്തു. കാരണം ആ ഹനുമാനെ നിങ്ങളും ധ്യാനിക്കൂ, എന്നാൽ വളരെ എളുപ്പം ഇത് സാധിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു സന്ദേശം കൂടി നമുക്ക് ഇവിടെ നിന്ന് ഗ്രഹിക്കാൻ പറ്റും. അത് ഞാൻ 2 മിനിറ്റ് എടുക്കും, അതെടുത്തിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. രാമൻ രാവണനെ നിഗ്രഹിച്ചതും ലങ്കയിൽ പോയതും ലങ്ക ജയിച്ചതും എല്ലാം ഹനുമാന്റെ സഹായം കൊണ്ടായിരുന്നു. അതേപോലെ തന്നെ കൃഷ്ണനും ഭാരത യുദ്ധം ജയിച്ചത് ഹനുമാന്റെ സഹായം കൊണ്ടായിരുന്നു. വിജയപ്രദ സ്തോത്രം പലർക്കും അറിയാം. ഗ്രൂപ്പിലെ ഒരു പ്രാവശ്യം നമ്മൾ വിജയപ്രദ സ്തോത്രം എടുക്കും. വിജയപ്രദ സ്തോത്രത്തിൽ പറയുന്നത് പോലെ ഈ ഹനുമാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അർജുനന്റെ അടുത്ത് ആരാണ് പറയുന്നത്? കൃഷ്ണ ഭഗവാൻ പറയാണ്, സ്മരിക്കൂ അർജുന ഹനുമൽ സ്വാമിയെ, അദ്ദേഹം ചിരഞ്ജീവിയാണ്. അദ്ദേഹം വന്നിട്ട് പറയൂ, ഈ ധ്വജത്തിന്റെ മുകളില്, രഥത്തിന്റെ ധ്വജത്തിന്റെ മുകളില് ഈ യുദ്ധം കഴിയുന്നത് വരെ വിരാജിമാനാവാൻ പറയൂ എന്ന് പറഞ്ഞ് മനസാ പ്രാർത്ഥിച്ച് വിളിക്കുക. അപ്പൊ അർജുനനൊരു വിചാരം ഉണ്ടായിരുന്നു, കൃഷ്ണനൊക്കെ ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്, വില്ലാളി വീരന്മാരാണ്. പക്ഷെ യുദ്ധക്കളത്തിൽ എത്തിയതോടുകൂടി വളരെ എന്താ പറയാ, ഒരു എല്ലാ ശക്തികളും ചോർന്നു നിൽക്കുന്ന ആ അദ്ദേഹത്തിനോട് ഹനുമാനെ മനത്തിൽ സ്മരിച്ചിട്ട് ഈ ധ്വജത്തിന്റെ മുകളിൽ ഇരുത്താൻ പറയാണ്. അങ്ങനെ ധ്വജത്തിന്റെ മുകളിലിരിക്കാൻ
ഹനുമാൻ വരുമ്പോ ഹനുമാൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയത്രേ, എനിക്ക് കഥ കേൾക്കണം, ഭഗവാന്റെ കഥ കേട്ടുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പൊ ഇത് യുദ്ധഭൂമിയാണ്, ഇവിടെ എങ്ങനെ കഥ പറയുന്നതെന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോ ഹനുമാൻ പറയുകയാണത്രേ, അവിടെയും യുദ്ധഭൂമിയായിരുന്നു. ശ്രീരാമന്റെ ചരിത്രങ്ങളെ എപ്പോഴും പാടിക്കൊണ്ടിരുന്നിരുന്നു. ഞാനും യുദ്ധഭൂമിയിൽ ധാരാളം ചരിത്രങ്ങള് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അർജുനന് വേണ്ടിയിട്ടല്ല, ഈ ഭഗവത്ഗീത സന്ദേശം തന്നെ ഈ ഹനുമാന് കഥ കേൾക്കാൻ വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുത്തതാണ് ഭഗവത്ഗീത എന്നൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അങ്ങനെ കൃഷ്ണൻ യുദ്ധത്തിന് ജയിക്കാൻ എല്ലാവരും യുദ്ധം ചെയ്തിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നു. ആയുധമെടുക്കില്ല എന്നാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കർണൻ ശക്തി എന്നുള്ള വേൽ പ്രയോഗിക്കുന്നു. അതിനെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ആർക്കും. അങ്ങനെ എല്ലാവരും ആ വേൽ വരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ ഭഗവാനെ അർജുനെ രക്ഷിക്കൂ എന്ന്. അപ്പോ അർജുൻ ആരെയാണ് അത്രേ പ്രാർത്ഥിച്ചത്? അവിടെ ഭഗവാൻ ബച്ചായേ അർജുൻ കോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോ ഭഗവാൻ കൃഷ്ണ ഹി ബോലെ ഹനുമാൻ ബച്ചായേ അർജുൻ കോ എന്ന് പറഞ്ഞിട്ട് ആ കപിധ്വജം എന്നാണ് അർജുനന്റെ തേരിന്റെ പേര്. കാരണം കവി ധ്വജത്തിൽ ഇരിക്കൊണ്ട് ആ തേരിന്റെ പേര് ധ്വജം നോക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വളരെ ശക്തിയോടുകൂടി ഹനുമാൻ ഒരു അമർത്തുകയാണത്ര ഈ രഥത്തിനെ. അങ്ങനെ ഈ ഭൂമി പിളർന്ന് രഥത്തിന്റെ ചക്രം താണു പോവുകയാണ്, ആ വേല് മുകളിലോട്ട് പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശിരച്ഛേദം ചെയ്യാൻ വേണ്ടി വന്നിരുന്ന, അർജുനന്റെ ശിരച്ഛേദം ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ആ ശക്തി എന്ന വേൽ അങ്ങനെ താഴത്തേക്ക് പോവാണ്. അപ്പോ കൃഷ്ണൻ പോലും അദ്ദേഹത്തെ വന്ദിച്ചു എന്നാണ് പറയുന്നത്. ദുർഗമ കാജ് ജഗത് ഹേ ജേത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. രാമന് മാത്രമല്ല കൃഷ്ണനും അർജുനനും എല്ലാം ഉപകാരം വളരെ ലളിതമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ആ ശക്തമായ ഗുരുവാണ്, ശക്തമായ ഭഗവത് ദാസനാണ്, ശക്തമായ പ്രത്യക്ഷ ഭഗവാനാണ് ഹനുമാൻ. ആ ചരണങ്ങളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ശബ്ദത്തിന് വളരെ എനിക്ക് വിഷമമുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശബ്ദം ശരിയായ രീതിയിൽ വന്നിട്ടില്ല. അതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.